നിങ്ങൾ വന്നു നിൽക്കുന്ന ഈ രാജ്യം നോർവേ ലോക ആഗോള മാധ്യമ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണെന്നും നിങ്ങളുടെ 157-ാം സ്ഥാനത്താണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അതല്ലാതെ അദ്ദേഹം ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കിട്ടുമെന്ന് കരുതിയിട്ടല്ല. അത് നിങ്ങൾ വന്നു നിൽക്കുന്ന സ്ഥലം ഒരു ജനാധിപത്യ രാജ്യമാണെന്നും അവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെന്നും നിങ്ങളുടെ രാജ്യം അങ്ങനെയല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചതെന്നാണ് അവർ പറയുന്നത്. അതാരെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? കാരണം ഇത് ആരും വിളിച്ചു പറയില്ല. അതിൻ്റെ ഒരു കാരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയോടുള്ള നരേന്ദ്രമോദിയുടെ വ്യക്തിയോടുള്ള ബഹുമാനം കൊണ്ടല്ല, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തുള്ള ബഹുമാനം കൊണ്ടാണ് ഇത് ആഗോള വേദികളിൽ ചോദ്യം ചെയ്യപ്പെടാത്തത്. മാധ്യമങ്ങൾ പോലും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാത്തതുകൊണ്ടാണ്. അത് ഇന്ത്യയോടുള്ള ബഹുമാനം കൊണ്ടാണ്, മോദിയോടുള്ള ബഹുമാനം കൊണ്ടല്ല. ഇന്ത്യ ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും അതിൻ്റെ തലവനാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അത് ആളുകൾ ചോദിക്കാതിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോഴാണെങ്കിലും യൂറോപ്പിൽ പോകുമ്പോഴാണെങ്കിലും. പക്ഷേ നോർവേയെ സംബന്ധിച്ച് നോർവേയുടെ കൾച്ചർ വേറെ തന്നെയാണ്. നോർവേ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ലോകത്തെ ഏറ്റവും വലിയ പീസ് മേക്കേഴ്സാണ്. ലോകത്ത് വലിയ വലിയ കോൺഫ്ലിക്റ്റുകളിൽ മധ്യസ്ഥ വെച്ചിട്ടുള്ള രാജ്യമാണ്. ഉദാഹരണത്തിന് ശ്രീലങ്കയിലെ എൽ ടി ടി ശ്രീലങ്കൻ ഭരണകൂടമായിട്ടുള്ള യുദ്ധം അവസാനിച്ചത് നോർവേയുടെ ഇടപെടലിലൂടെയാണ്. നോർവേ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്ന, യുദ്ധങ്ങളില്ലാതാക്കുന്ന ഓസ്ലോ കരാർ ഒരു ഉദാഹരണം. അപ്പോൾ അത്രയും എന്താണ് ഒരു സോഫ്റ്റ് പവർ ഉണ്ട് അവർക്ക് ആ കാര്യത്തിൽ. അവർക്ക് മോദി ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലേ എന്നുള്ളത് ചോദിച്ചിട്ടല്ല അവർ ചോദ്യം ചോദിക്കുക. ആരെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ.